അകന്നു പോകാൻ ആഗ്രഹിക്കുന്നവരോട് കാരണങ്ങൾ തേടരുത്, മറിച്ച് അവരെ അതിനെ അനുവദിക്കുക. കാരണം നമ്മുടെ ഭാഗത്ത് തെറ്റുകളില്ലെങ്കിലും അവർക്ക് നമ്മളറിയാത്ത ഒരുപാട് കാരണങ്ങളുണ്ടാകും. ജീവിതത്തിൽ പലരും ഒന്നുമില്ലാതെ കടന്നു പോകുന്നു. അതിനാൽ നിങ്ങളുടെ കയ്യിലുള്ളതിനെ ചേർത്ത് പിടിക്കുക, അതിൽ നന്ദിയുള്ളവരായിരിക്കുക. പരിഗണിക്കുക എന്നാൽ ഹൃദയത്തിൽ ഒരിടം നൽകുക എന്നാണ് അർത്ഥം. ഒരാൾക്ക് ഈ ലോകത്തിൽ വെച്ച് നൽകാവുന്ന ഏറ്റവും മൂല്യമേറിയ സമ്മാനങ്ങളിലൊന്നാണത്. നിങ്ങൾക്ക് ആവശ്യമായ എല്ലാ വിജയങ്ങളും നേടാൻ നിങ്ങളുടെ ജീവിതവും സമയവും ശക്തിയും ഉപയോഗിക്കുക. പരാജയങ്ങളും ദുരിതങ്ങളും ജീവിതത്തെ പിന്നോട്ട് വലിക്കുമ്പോൾ ഓർക്കുക, ലക്ഷ്യസ്ഥാനത്തേക്ക് അമ്പെയ്യുമ്പോൾ അത് ആദ്യം പിന്നിലേക്ക് വലിച്ചാണ് മുന്നോട്ട് വിടുന്നതെന്ന്. ചിരിക്കുക. ചിരി ശാരീരികവും മാനസികവുമായ പിരിമുറുക്കങ്ങളില്ലാതാക്കും, കൂടാതെ നിങ്ങളെ മനോബലമുള്ളവരാക്കും. മെഴുകുതിരി പോലെ മറ്റാർക്കു വേണ്ടിയും എരിഞ്ഞു തീരാതിരിക്കുക. പ്രകാശം നൽകുന്ന സമയം വരെ നമുക്ക് വിലയുണ്ടാകും. ആരെയും സംസാരിക്കാൻ വേണ്ടി നിർബന്ധിക്കരുത്. ഇഷ്ടമുള്ളവർ നമ്മുടെ കൂടെ കാണും, ഇല്ലാത്തവർ പോകേണ്ടവർ തന്നെയാണ്. പിടിച്ചു വാങ്ങുന്ന ഒന്നിനും വില കണ്ടു എന്ന് വരില്ല. ചിലതൊക്കെ അങ്ങനെയാണ്, എത്ര അടുത്തു നിന്നാലും അകലെയാണെന്ന് തോന്നും. പക്ഷേ ചിലത് എത്ര അകലെയായാലും അരികിലുണ്ടെന്ന് തോന്നിപ്പോകും. എല്ലാ തിരക്കുകളും കഴിഞ്ഞ് സ്നേഹം പങ്കുവയ്ക്കാൻ സമയം മാറ്റി വയ്ക്കരുത്. എല്ലാ തിരക്കിനിടയിലും സ്നേഹിക്കുന്നവർക്ക് പരിഗണനയും ഇഷ്ടവും നൽകണം. ഏതു പ്രശ്നം മുന്നിൽ വന്നാലും മനസ്സിൽ ആദ്യം എത്തുന്നത് പരിഹാര ചിന്തയാണെങ്കിൽ നമ്മൾ വിജയത്തിൻ്റെ വഴിയിലാണ്. പ്രശ്നങ്ങളെക്കുറിച്ച് ചിന്തിച്ച് സമയം കളയാതെ പരിഹാരം തേടുക. പരിഹാരമില്ലാത്ത ഒരു പ്രശ്നവുമില്ല എന്നുള്ളത് വാസ്തവമാണ്. സ്വത്തും പണവും ജോലിയും ഒന്നല്ല സൗഭാഗ്യം. നമ്മുടെ കണ്ണു നിറയുമ്പോൾ തുടയ്ക്കാൻ ഓടിയെത്തുന്ന കൈകളും, നമ്മുടെ കൈകൾ വേദനിക്കുമ്പോൾ കണ്ണു നിറയുകയും ചെയ്യുന്ന മനുഷ്യർ നമ്മുടെ പക്കലുണ്ടെങ്കിൽ നമ്മൾ ഭാഗ്യവാന്മാർ തന്നെയാണ്. വിശ്വാസം എന്നത് പെട്ടെന്ന് നേടിയെടുക്കാൻ പറ്റിയ ഒന്നല്ല. പങ്കാളിയോടുള്ള വാഗ്ദാനങ്ങൾ പാലിക്കുകയും സത്യസന്ധതകൾ പുലർത്തുകയും ചെയ്താൽ മാത്രമേ വിശ്വാസം നേടിയെടുക്കാൻ പറ്റുകയുള്ളൂ. നമ്മുടെ ജീവിതം വെള്ളത്തെ പോലെയാകണം. സാഹചര്യം മാറുന്നതിനനുസരിച്ച് ജീവിതത്തിൽ മാറ്റം വരാൻ ശീലിക്കണം. എങ്കിൽ ഒഴുകുവാനുള്ള വഴി നമ്മൾ തന്നെ കണ്ടെത്തും. നമ്മുടെ മുന്നിൽ ഒരാൾ കരയുകയാണെങ്കിൽ അയാൾ വിഷമത്തിലായതുകൊണ്ട് മാത്രമാവില്ല. അയാളുടെ സങ്കടങ്ങൾ നമ്മളെ അറിയിക്കുമ്പോൾ അയാൾക്ക് ആശ്വാസം ലഭിക്കുന്നത് കൊണ്ടുകൂടിയാണ്. പുറമേ നിന്ന് നോക്കുമ്പോൾ സന്തോഷവാന്മാരാണെങ്കിലും മിക്ക മനുഷ്യരും അവരുടേതായ പ്രശ്നങ്ങളുമായി മല്ലിടുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ചുറ്റുമുള്ളവരെ അടുത്തറിയാൻ ശ്രമിക്കുക. പുറകോട്ട് നോക്കി സങ്കടപ്പെടരുത്, കാരണം നടക്കാനുള്ള ദൂരം മുന്നിലാണുള്ളത്. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നാളേക്കായി മാറ്റിവെക്കരുത്. ഇന്ന് തന്നെ അതിനുള്ള പരിശ്രമം തുടങ്ങണം. നാളെ എന്നൊന്നുണ്ടോ എന്ന് പോലും ചിന്തിക്കരുത്. അതിനു മുൻപ് പ്രവർത്തിക്കുക. നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരാൾ എപ്പോഴും നിങ്ങളുടെ പിന്നാലെ ഉണ്ടാകുമ്പോൾ ആ സ്നേഹം ഒരിക്കലും മനസ്സിലാകില്ല. അതൊരു പക്ഷേ ശല്യമായി തോന്നിയേക്കാം. ഒരു വേള തിരിഞ്ഞു നോക്കുമ്പോൾ അവരെ കാണുന്നില്ല എങ്കിൽ അവരുടെ സാമീപ്യം എത്രത്തോളം വിലപ്പെട്ടതായിരുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലായി പോകും. സ്വന്തമാക്കണമെന്ന് ആഗ്രഹിക്കുന്നവയെ സ്വതന്ത്രമായി വിടുക. തിരിച്ചു വന്നാൽ അത് നിങ്ങളുടേത്, അല്ലെങ്കിൽ അത് വേറെ ആരുടെയോ ആണ്. ആർക്കും തിരികെ പോയി പുതിയൊരു തുടക്കം കുറിക്കാൻ കഴിയില്ലെങ്കിലും ഇപ്പോൾ മുതൽ പ്രയത്നിച്ചാൽ നല്ലൊരവസരം രൂപപ്പെടുത്താൻ കഴിയും. ജീവിതത്തിലെ ഒരനുഭവം മോശമാണെന്ന് കരുതി നിങ്ങളുടെ കഥ അവസാനിക്കുന്നില്ല. ഒരിക്കൽ പരാജയം അറിഞ്ഞെന്ന് കരുതി ഒരിക്കലും പിന്മാറരുത്. കാരണം പരാജയം എന്നത് പരിശ്രമത്തിലേക്കുള്ള ആദ്യ പടിയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സപ്പോർട്ട് ആൻഡ് സബ്സ്ക്രൈബ്.